ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷിൽവീസ് വണ്ടർ വേൾഡ്. ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നമ്മുടെ ആലപ്പി ട്രിപ്പിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ആണ്. അപ്പോൾ ഇതിനോടനുബന്ധിച്ചുണ്ടായ ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോണത്. ഇതിനു മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഫറോക്ക് പഴയ പാലം കാണിച്ചു, പഴയ പാലത്തിൻ്റെ അവിടെയുള്ള പാർക്ക് കാണിച്ചു. ആ പാർക്കിൽ നല്ലൊരു ലൈബ്രറി ഉണ്ട്, ഒരു ചെറിയൊരു ലൈബ്രറി. അപ്പോൾ അതിൽ അന്ന് കുറച്ച് ബുക്സ് അവിടെ ഉണ്ടായിരുന്നു, കുറച്ച് ബുക്സേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും ഇവിടേക്ക് ഡൊണേറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ എൻ്റെ അടുത്ത് പേഴ്സണലി ഡിസ്കസ് ചെയ്തു, നമുക്ക് ഇവിടേക്ക് കുറച്ച് ബുക്സൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല കാര്യമായിരുന്നു എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറഞ്ഞു. പക്ഷേ അത് ഇങ്ങനെ ഒരു നല്ല വലിയ രീതിയിൽ കൊടുക്കാൻ അതും കുറേ ആളുകളെ അതിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ പറ്റുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചേ ഇല്ല. പക്ഷേ ദൈവം അതിനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നു. അതിൻ്റെ കാരണമായത് ഈ ആലപ്പി ട്രിപ്പാണ്. നമ്മുടെ ഈ ആലപ്പി ട്രിപ്പിൽ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ നാട്ടിൽ നമ്മുടെ കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അങ്ങനെ ഈ നമ്മളെല്ലാവരും കൂടെ പോയി വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ എമൗണ്ട് എല്ലാവരും അവരവരുടേതായ രീതിയിൽ തന്നിട്ട്, പിന്നെ അവരുടെ കയ്യിലുള്ള കുറേ ബുക്സ് അതും തന്നു. അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് നമുക്കൊരു എത്രയാ 65 ആണ്, അതിൽ കൂടുതൽ ബുക്സ് ഉണ്ട്. അത്രയും ബുക്സ് നമുക്ക് ഇവിടേക്ക് കൊടുക്കാൻ പറ്റി, ഈ ഒരു ലൈബ്രറിയിലേക്ക് കൊടുക്കാൻ പറ്റി. അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്ത ആളുകളാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ. നമ്മുടെ ട്രിപ്പിലുള്ള എല്ലാവരും ഇവിടെ വന്നിട്ടില്ല, പക്ഷേ ഇതിൽ കൂടുതൽ ആളുകൾ, ഇപ്പോൾ ഇവിടെ ഉള്ളതിൽ കൂടുതൽ ആളുകൾ നമുക്ക് ക്യാഷ് തരുമോ, അതുപോലെ ബുക്സ് കൊണ്ട് തരുമോ. രാവിലെ തന്നെ കുറേ ബുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വരാൻ പറ്റിയ കുറച്ച് ആളുകൾ ഇവിടെ ഒത്തുകൂടി. ഒരു 10-11 ആളുകൾ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടി. അപ്പോൾ ബുക്സൊക്കെ സെറ്റ് ചെയ്തു. നമ്മൾ പബ്ലിക്കിനെ കൂടെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് നമ്മൾ ആ ബുക്ക് ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. ഇനി ഏട്ടൻ ലൈവായിട്ട് സംസാരിക്കുന്നത് ഈ വീഡിയോയിൽ വേറെ വരുന്നുണ്ട്. പിന്നെ ഈ ബുക്സിൽ രണ്ടാമൂഴം, പറയിപെറ്റ വന്തിരൂലം, അതുപോലെ തെനാലി രാമൻ കഥകൾ, പിന്നെ ഇതായിരുന്നു രണ്ടാമൂഴം, പിന്നെ ആടുജീവിതം, അങ്ങനെ കുറേ നല്ല ബുക്സ്, ഒരുപാട് നല്ല ബുക്സ് വരുന്നുണ്ട്. ഇനി നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. പ്രിയമുള്ളവരെ, ഈ ശുഭസായാഹ്നത്തിൽ ഇവിടുത്തെ പാട്ട് കേൾക്കുവാനും ഇവിടുത്തെ അന്തരീക്ഷം ആസ്വദിക്കാനും പറ്റിയ എല്ലാ നാട്ടുകാരോടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞങ്ങൾ ഒരു യാത്ര പോയിരുന്നു, ഈ ഫറോക്കിനടുത്തുള്ള നാട്ടുകാരെല്ലാം കൂടി ഒരു യാത്ര പോയിരുന്നു. ആ യാത്ര പോയതിന് കുറച്ച് പണം മിച്ചം വെച്ചു. ആ മിച്ചം വെച്ച പണം ഇവിടെ കുറച്ച് പുസ്തകങ്ങളായിട്ട്, ഓരോ പുസ്തകങ്ങളും അറിവിന്റെ ജാലകങ്ങളാണ്. ആ 60-ലധികം മഹത്തായ മലയാള നോവലുകളും ഇംഗ്ലീഷ് പുസ്തകങ്ങളും നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ബെന്യാമിന്റെ ആടുജീവിതമാവട്ടെ, MTയുടെ നാലുകെട്ടാവട്ടെ, അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ ഞങ്ങൾ ഈ സിൽവീസ് വണ്ടർ വേൾഡ് എന്ന് പറയുന്ന ഒരു യാത്രാ കൂട്ടത്തിന്റെ സംഭാവനയായി ഇവിടുത്തെ സ്ട്രീറ്റ് ലൈബ്രറിയിലേക്ക് ഞങ്ങൾ സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഗാനമേള അവതരിപ്പിക്കാൻ വരുന്നവരടുത്ത് ഞാൻ ഒരു മിനിറ്റ് പെർമിഷൻ ചോദിക്കാൻ സുഖമായിട്ട് എടുത്ത്. അപ്പോൾ നിങ്ങൾ സ്ട്രീറ്റ് ലൈബ്രറിയുടെ അടുത്തേക്ക്, ആ ചീനിമരത്തിന്റെ തള്ളിലേക്ക് ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വരണമെന്ന് വളരെ താഴ്മയോടെ റിക്വസ്റ്റ് ചെയ്യുന്നു. ഞങ്ങൾ ആ പുസ്തകം അവിടെ വെക്കാനാണ്, നിങ്ങൾക്ക് വായിക്കുവാനുള്ളതാണ്, നിങ്ങളുടെ കുട്ടികൾക്ക് വായിക്കുവാനുള്ളതാണ്. ഓരോ പുസ്തകങ്ങളും അറിവിന്റെ ജാലകങ്ങളാണ്. ഞങ്ങൾ 60ഓളം ജാലകങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നിട്ടിരിക്കുന്നു. നിങ്ങൾ ആ സ്ട്രീറ്റ് ലൈബ്രറിയുടെ അടുത്തേക്ക് ഒന്ന് വരും. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആ പുസ്തകങ്ങൾ ഒന്നായിട്ട് അവിടേക്ക് വെക്കാം. നമ്മുടെ കുട്ടികൾക്കും നമുക്കും വായിക്കാം. വായനയുടെ ഒരു പുതിയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാം. ഞങ്ങൾക്കത് പറയാൻ വേദി തന്ന ഇവരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. നിങ്ങൾ ഒരു മിനിറ്റ് ആ ചീനിമരത്തിന്റെ തണലിലേക്ക് ഒന്ന് വരണമെന്ന്. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അർജന്റീന, ഫ്രാൻസ്, ഉറുഗ്വേ, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് തസറയിലെ കലാകാരന്മാർ കൂടി ഉണ്ടായിരുന്നു. അവരുകൂടി നമ്മുടെ ഈ ഒരു നന്മയ്ക്ക് വേണ്ടി, കൂട്ടായ്മയ്ക്ക് വേണ്ടി പൈസ ഡൊണേറ്റ് ചെയ്തിട്ട് മേടിച്ച ബുക്കാണ്. അപ്പോൾ ലോകം ഗ്ലോബലി നമുക്ക് ഈ നമ്മൾ എന്ന പാർക്കിലേക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. പേരറിയാത്ത, നിങ്ങളറിയാത്ത, ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മനോരമയിൽ ഉണ്ടായിരുന്നു, ഉക്രൈൻ യുദ്ധത്തിൽ വീട് വരെ നഷ്ടപ്പെട്ട ഓൾഗ എന്ന ലേഡി, അവരടക്കുന്ന ഒരു കൂട്ടായ്മ സംഭാവന ചെയ്ത ഒരുപാട് പുസ്തകങ്ങൾ നമ്മളെല്ലാവരും ചേർന്ന്. അത് നിങ്ങളൊന്നും അങ്ങോട്ട് വരിക, ഒന്ന് ആ സ്ട്രീറ്റ് ലൈബ്രറിയുടെ അടുത്തേക്ക് വരിക. താങ്ക് യു വെരി മച്ച്. നിങ്ങളുടെ ശ്രദ്ധ ഒരിക്കൽ കൂടി സ്ട്രീറ്റ് ലൈബ്രറിയിലേക്ക് ക്ഷണിച്ചു കൊടുക്കുന്നു. പ്ലീസ് ഒന്ന് അങ്ങോട്ട് വരിക, ഒരു മിനിറ്റ് നേരത്തേക്ക്. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ
പാർക്കിലേക്കായിട്ട് ഞങ്ങൾ കുറച്ചുപേര് കഴിഞ്ഞ ആഴ്ച ആലപ്പുഴ പോയിരുന്നു ഒരു ബോട്ട് യാത്രയ്ക്ക്. അതിൽ നിന്ന് മിച്ചം വെച്ച പൈസ കൊണ്ട് പുസ്തകങ്ങൾ മേടിച്ചിട്ടുണ്ട്. മഹത്തായ മലയാള പുസ്തകമാണ്. അപ്പോൾ നിങ്ങളുടെ കുട്ടികളുടെ കൈകളിൽ വായിക്കാം. വളരെ രസകരമായ 60ഓളം പുസ്തകങ്ങളുണ്ട്. ഓരോ പുസ്തകങ്ങൾ വായിക്കുന്നതോടൊപ്പം നമ്മുടെ മനസ്സ് വലുതാവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ പുസ്തകങ്ങൾ വായിക്കാം. നിങ്ങളും നമ്മൾ ഈ പബ്ലിക് ലൈബ്രറിയിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഞാൻ പേരറിയാത്ത ഈ സുഹൃത്തുക്കളെ ക്ഷണിക്കുന്ന ഒരു പുസ്തകം ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാൻ ഒരു കൈ കൊടുക്കാം. അങ്ങനെ നമുക്ക് ഈ പുസ്തകങ്ങൾ തന്നിട്ടുള്ള ശ്രീ മുന്നേറ്റം ക്ഷണിക്കുന്നു. പുസ്തകങ്ങളാണ് ഒരു കൈ കൊടുക്കും. മോളെ പുസ്തകം വെച്ച് പോലെ പുസ്തകം വെച്ച് ഇത് പുസ്തകം വെച്ചാൽ മാത്രം പോലെ വായിക്കും ചെയ്യുന്നുണ്ടോ വരുമ്പോ ഏറ്റവും ക്ഷണിച്ചാണ് ഇവിടെ പുസ്തകം വെച്ചോളൂ. ഞങ്ങളെ യാത്ര കൂട്ടാൻ വേണ്ടി കാരണരായ സദാന്തരത്തെ ക്ഷണിച്ചോളൂ. ഒരു ചേച്ചി ചേച്ചിയുടെ പേരെന്താ? അവിടേക്ക് വെച്ചോളൂ. അവിടേക്ക് വെച്ചോളൂ. ആളുകൾ വായിക്കട്ടെ. സദാന്തരത്തിന് എന്താ ക്ഷണിച്ചോളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബുക്ക് ഡൊണേഷൻ്റെ വീഡിയോ. നമ്മൾ തുടക്കത്തിൽ ഇത്ര ബുക്സ് കൊടുക്കാൻ പറ്റുന്നോ, ഇത് ഇത്രയും നല്ലൊരു വിജയമാവുന്നോ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. ഏറിപ്പോയാൽ ഒരു 10 ബുക്സ് അത്രയും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമ്മുടെ കൂടെ വന്നവരും ഒരേ മനസ്സുള്ള ആളുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബുക്സ് കൊടുക്കാൻ പറ്റി. നമ്പറിനേക്കാൾ കൂടുതൽ നല്ല ബുക്സാണ് നമുക്ക് കൊടുക്കാൻ പറ്റിയത്. ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള ബുക്സാണ് കൊടുത്തിട്ടുള്ളതൊക്കെയും. അപ്പോൾ ഇനി നമ്മൾ എന്ന് പറഞ്ഞാൽ പാർക്കിൽ വരുന്നവർക്കോ ഇനിയിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരുപാട് നേരം ട്രെയിൻ കാത്തിരിക്കാനുള്ള സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ പാർക്കിൽ വരിക, ഈ ബുക്സ് വായിക്കുക, ബുക്സ് തിരിച്ചട വയ്ക്കുക. നിങ്ങൾക്കൊരു ബുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് അത്രയും വലിയ കാര്യം. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ എവിടെയെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോയിൽ ക്യാമറയുടെ പിന്നിലാണ്. ഞാനാണ് ഫുൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് മുന്നിലേക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സംഭവം കൂടെ ചെയ്തു. ഒരു ചെറിയൊരു തൈ നട്ടു. അതിൻ്റെ പാക്കിൻ്റെ ഉള്ളിൽ അവർ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പുറത്ത് ഒരു ചേട്ടൻ ചുരണ്ടേസ് വിൽക്കുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ തൊട്ടടുത്ത് അവിടെ വെച്ചോളാൻ. അങ്ങനെയാണ് നമ്മളൊരു അരിനെല്ലിക്കയുടെ ചെറിയൊരു മരം അവിടെ നട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടെ നമ്മളവിടെ ചെയ്തു. അപ്പം അതാണ് നമ്മുടെ ഈ വീഡിയോ. നമ്മളെ കൂടെ വന്ന ചമാക്കോ, ഷാനിയ, ഗസപ്പ, റോബർട്ട്, ഷാനി, എല്ലാവരും, ലിലിയ, ഓൾഗ, അങ്ങനെ മൊത്തം ടീം തന്നിട്ടാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവരും കൂടി ചേർന്നിട്ടുണ്ട് കേട്ടോ. അതാ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അവിടുന്ന് ഒരു ചൊരണ്ടൈസൊക്കെ കഴിച്ചിട്ട് ഞങ്ങളിങ്ങനെ മെല്ലെ പിരിഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. ബൈ.